ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് നമ്മുടെ വീട്ടിലൊക്കെ സദ്യ വെക്കൂല്ലേ. അപ്പോൾ സദ്യയുടെ ഓരോ കറികളുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചോട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ. അപ്പം നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത് ഒരു വെള്ളരിക്ക, കുറച്ച് വേപ്പില, പച്ചമുളക്, തേങ്ങ, കടുക്, വറ്റൽമുളക്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് തൈരും കൂടിയാണ് കേട്ടോ വേണ്ടത്. ആദ്യം നമ്മൾ വെള്ളരിക്ക എടുത്തിട്ട് ചെറുതാക്കി കട്ടാക്കിയിട്ട് ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ഇടാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, പച്ചമുളക്, വേപ്പില, അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് അതിനായിട്ടുള്ള അരപ്പ് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ, പച്ചമുളക്, ജീരകം, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണമല്ലോ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച അരപ്പ്. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി വരുന്നത്. നമ്മൾ കാച്ചാനായിട്ട് പോവാട്ടോ കൂട്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, വറ്റൽമുളകും അതുപോലെ വേപ്പിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളത് താളിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പച്ചടിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഓണത്തിൻ്റെ കുറേ റെസിപ്പീസ് ഷെയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാവേ. ടാറ്റാ, ബൈ ബൈ.